പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവീൻ ബാബു വിഷയം പോലെ കേരളത്തിൻ്റെ മനസാക്ഷിയെ മഥിച്ചിട്ടുള്ള ഒരു വിഷയം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. 2018-19 ആണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ സിദ്ധാർത്ഥൻ മരിച്ച വിഷയം 2019 ഫെബ്രുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പൂക്കോട് സർവകലാശാലയിൽ വെച്ച് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടുത്തെ SFIയുടെ നേതാക്കന്മാർ കൊടും ക്രൂരതയിലൂടെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മഹത്യ എന്നാണ് പറയുന്നത്, കൊന്നതാണ് എന്നാണ് ഞാൻ. ആ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം എന്ന് പറയാം, കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി കാണും എന്ന് തോന്നുന്നില്ല. 10 കാലമായി കമ്മ്യൂണിസ്റ്റുകാരൻ, സത്യസന്ധനായിട്ടുള്ള ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ, സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവ്, മക്കളോട് 2 പെൺമക്കളോട് സ്നേഹം മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഡോട്ടിങ്, ഈ പറഞ്ഞ പോലെ ഫാദർ, ലവിങ് ഹസ്ബൻഡ് ആൻഡ് ഡോട്ടിങ് ഫാദർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ 2024 ഒക്ടോബർ 15 രാവിലെ തൂങ്ങി മരിച്ചതായി കണ്ടത് മുതലുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാണ്ട് 50-ലധികം വീഡിയോകൾ ഞാൻ ആ വിഷയത്തിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ ആദ്യം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നെല്ലാവരും വിചാരിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം പച്ചയ്ക്ക് കൊല്ലാക്കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ളതിൻ്റെ എത്രയെത്ര തെളിവുകൾ, പച്ചയായ തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നു സുഹൃത്തുക്കളെ. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, കാര്യം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് ചർച്ച ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കൂടുതൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നവീൻ ബാബുവിൻ്റെ വിഷയം. ഇപ്പം നവീൻ ബാബുവിൻ്റെ വിഷയം ഇപ്പം ചർച്ചയിലില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നവീൻ ബാബുവിൻ്റെ ഭാര്യ സിംഗിൾ ബെഞ്ചിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു പോയിരുന്നു. ആ സിംഗിൾ ബെഞ്ച് അത് നിരസിച്ചു. അതിനെ തുടർന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പോയിരിക്കുകയാണ്. ആ കേസ് വാദം തീർന്ന് വിധിക്കായി ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏത് സമയവും നമ്മൾ ആ വിധിന്യായം ഈ പറഞ്ഞ വിത്ത് ബെയ്റ്റഡ് ബ്രത്ത്, വളരെ ആശങ്കയോടുകൂടി നമ്മളത് കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കരുതുന്നത് ആ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കും എന്നാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിങ്ങുന്ന ഒരു മനസ്സാണുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളും നവീൻ ബാബു പച്ചയ്ക്ക് കൊല്ലപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണൂരത്തെ നിക്ഷിപ്ത താല്പര്യക്കാർ, സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള CPM നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി നവീൻ ബാബു എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടതാണ് എന്ന് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. അവർ വളരെ വളരെ വിങ്ങുന്ന മനസ്സോടുകൂടിയാണ് ഈ വിഷയത്തിൽ അവർ ഇടപെടുന്നത് എന്ന് എൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന പ്രതികരണത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ മനസ്സിനെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. വിഷമിപ്പിക്കുന്നു എന്നുള്ളതല്ല, എന്താണ് എൻ്റെ മനസ്സിനെ ബാധിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതോ ഒരുത്തൻ ഒരു CPI-കാരനാണ് പോലും, ഏതോ ഒരു CPI-കാരൻ അധമൻ, ഒരു പ്രാകൃത മനോഭാവമുള്ള ഒരുത്തൻ, അവനെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള എന്തോ VK സുരേഷ് ബാബു എന്നും പറഞ്ഞൊരുത്തൻ, അവനെന്തോ വലിയ വാഗ്മിയാണ്, പ്രഭാഷകനാണെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അവൻ എൻ്റെ മുമ്പിൽ തീർത്തും അധമനാണ്. അവൻ എൻ്റെ മുമ്പിൽ തീർത്തും അധമനാണെന്ന് മാത്രമല്ല, അവനെ ശരിക്കും ഒരു സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചാണകമുക്കിയ ചൂല് കൊണ്ട് അടിക്കേണ്ടവനാണ് അവൻ, ഈ VK സുരേഷ് ബാബു എന്ന് പറയുന്നത്. അവൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, CPI-കാരനാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡിൽ നിന്ന് ജയിപ്പിച്ചിരിക്കുന്ന, CPM-ൻ്റെ മൂട് താങ്ങുന്ന, CPM-ൻ്റെ പൃഷ്ഠം താങ്ങുന്ന, CPM-ൻ്റെ ഒരു കൂലി അടിമയായിട്ടുള്ള ഒരുത്തനാണ് ഈ VK സുരേഷ് ബാബു എന്ന് പറഞ്ഞത്. CPM-ൻ്റെ കൂലി അടിമ, CPM-ൻ്റെ പൃഷ്ഠം താങ്ങുന്നവൻ, CPM-ൻ്റെ കോടാലിക്കൈ, CPM-ൻ്റെ കയ്യാൾ ആയിട്ടുള്ള ഒരുത്തനാണ് ഈ VK സുരേഷ് ബാബു. അവൻ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂരിലുള്ള ഒരു സ്വകാര്യ ചാനലുമായി ഒരു അഭിമുഖ സംഭാഷണം. ആ സ്വകാര്യ ചാനലിൻ്റെ പേരാണ് കണ്ണൂർ വിഷൻ. അറിയാമല്ലോ നമുക്ക് കണ്ണൂർ വിഷൻ ആരാണെന്ന്. ഈ PP ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയെ അവർ നവീൻ ബാബുവിനെതിരെ നടത്തുന്ന ആ നികൃഷ്ടവും നീചവുമായിട്ടുള്ള പ്രസംഗം
റെക്കോർഡ് ചെയ്ത് കേരളം മുഴുവൻ എത്തിച്ച ഒരു ഈ പറഞ്ഞ പോലെ അവിടുത്തെ CPM-ൻ്റെ വേറൊരു കയ്യാളായിട്ടുള്ള ഒരുത്തൻ, അവൻ്റെ പേരെന്തോ മയിൽ എന്നോ മറ്റാണ്, എനിക്കറിയില്ല, അത് നടത്തുന്ന ഒരു ചാനലുണ്ട്, കണ്ണൂർ വിഷൻ എന്നാണ് അതിൻ്റെ പേര്. ആ ചാനലിൽ ഈ അധമൻ, ഈ നരാധമൻ ആയിട്ടുള്ള VK സുരേഷ് ബാബു കൊടുത്ത ഒരു അഭിമുഖം നിർഭാഗ്യവശാൽ ഞാൻ കാണാൻ പാടില്ലായിരുന്നു, കാണാനിടയായി. കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇയാളെ ഒന്ന് കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വൃത്തികെട്ടവൻ, ആ നീചൻ, ആ നികൃഷ്ടൻ, ആ അധമൻ, ആ നരാധമൻ, ആ CPM-ൻ്റെ CPM-ൻ്റെ കയ്യാൾ, CPM-ൻ്റെ പുഷ്ടം താങ്ങി അവൻ വന്നിരുന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പറയുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും. ഉളുപ്പുണ്ടെങ്കിൽ അവനെ പിന്നെ ബിനോയ് വിശ്വം എടുത്ത് ചവിട്ടി തെറിപ്പിക്കേണ്ടതാണ്. പക്ഷേ ബിനോയ് വിശ്വവും CPM-ൻ്റെ ഒരു കയ്യാളായതുകൊണ്ട് അത് ചെയ്യില്ലല്ലോ. അവൻ വന്നിട്ട് ഈ കണ്ണൂർ വിഷൻ്റെ ഏതോ ഒരുത്തനുണ്ടല്ലോ, അവനോട് പറയുകയാണ്, നവീൻ ബാബുവിൻ്റെ മരണത്തെക്കാൾ കേരളത്തിലുണ്ടായ നഷ്ടം PP ദിവ്യ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെട്ടതാണ് എന്ന്. ഇങ്ങനെയുണ്ട്. അവനെ എന്താണ് നമ്മൾ ചെയ്യുക? അവനെക്കുറിച്ച് എന്താണ് നമ്മൾ പറയുക? അവനെ എന്തു പേരാണ് നമ്മൾ വിളിക്കുക? നവീൻ ബാബുവിൻ്റെ മരണത്തെക്കാൾ വലുത്, അവൻ പറയുകയാണ്, മരണത്തെക്കാൾ വലുത് PP ദിവ്യ എന്ന് പറഞ്ഞ ഒരു ഉന്നതയായ രാഷ്ട്രീയ നേതാവിനെ നമ്മുടെ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെട്ടതാണെന്ന്. അവനെ ഞാൻ എന്താ പറയുക? എന്നിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് ആ വനിതയെ വാനോളം പുകഴ്ത്തുകയാണ്. അവൻ എന്തൊരു ഞാൻ പറഞ്ഞു എന്തൊരു അവനെ എന്താണ് നമ്മൾ പറയുക? അവൻ പറയുകയാണത് പിന്നെ PP ദിവ്യ എടുത്ത് ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞവൻ വന്നിരുന്ന് ഇങ്ങനെ നിരന്തരം എനിക്കൊന്ന് പിന്നെ അനുവാദം മേടിച്ചു തരൂ എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. അവർ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് കേട്ടില്ല, നവീൻ ബാബു കേട്ടില്ല. അവസാനം പ്രശാന്തൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പൈസ കൊടുത്തത് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വൈകാരികമായി. അങ്ങനെ അവർ വിളിച്ചപ്പോൾ അയാൾ സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ വൈകിട്ട് മറ്റേ ഇതുകൊണ്ട് സെൻഡ് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് ഇവരങ്ങ് കണക്ക് തീർത്തത്. ആരാണിവൻ? ഇവർക്ക് കണക്കെടുക്കാൻ ഇവരാരാണ്? എന്താ ഇവർ വിചാരിക്കുന്നത്? എന്നിട്ട് അവർ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അങ്ങ് മരിച്ചുപോയി. ഈ വൃത്തികെട്ടവൻ, ഈ അധമൻ, ഈ നരാധമൻ പറയുകയാണവൻ. എന്നിട്ട് അവൻ പറയുകയാണ് ഇത് വനിതകൾക്കെതിരായി നടക്കുന്ന വലിയ ആക്രമണമാണ് എന്ന്. നമ്മൾ ഇതുപോലൊരു പൃഷ്ഠം താങ്ങി, ഇതുപോലൊരു മൂട് താങ്ങി CPM-ൻ്റെ കേരളത്തിൽ വേറെ ഒരുത്തൻ ഇതുപോലെ വൃത്തികെട്ടവൻ കാണില്ല. അവൻ കമ്മ്യൂണിസ്റ്റാണ് പോലും. ഒരാളുടെ മരണത്തെക്കാൾ വലുതാണ് ഒരു നേതാവിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് പറയുമ്പോൾ അവന് സാമാന്യ ബോധമുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ചാണകമുക്കിയ ചൂലുകൊണ്ട് അടിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം അതാ. ചാണകമുക്കിയ ചൂലുകൊണ്ട് ഈ VK സുരേഷ് ബാബുവിനെ അടിക്കുകയാണ് വേണ്ടത്. അവൻ പറയുകയാണ് ഒരാൾ മരിച്ചതല്ല പ്രശ്നം. അവൻ ജില്ലാ പഞ്ചായത്ത്, അവൻ ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ അവൻ എന്തൊരു ജനപ്രതിനിധിയാണ്? അവൻ വൃത്തികെട്ടവൻ, അവൻ എന്തൊരു ജനപ്രതിനിധിയാണ്? അവൻ പറയുകയാണ് ഒരാൾ മരിച്ചതല്ല പ്രശ്നം, സ്ത്രീയെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടത്. നമ്മൾ ഒരു കുറച്ചു നേരം അത് നമ്മൾ കേട്ടാൽ മനം പുരട്ടുമെങ്കിലും, കേട്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുമെങ്കിലും, കേട്ടാൽ അവനെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് കുറച്ചു നേരം അതൊന്ന് കേൾക്കാം. ADM-ൻ്റെ ആത്മഹത്യയേക്കാൾ വലിയൊരു ദുരന്തമുണ്ടായത് കേരളത്തിന് ഭാവി വാഗ്ദാനമായിരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ നഷ്ടമാണത്. PP ദിവ്യ 9 വർഷമായി ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 4 വർഷമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് അവരുടെ പ്രസിഡൻറ്റിൻ്റെ കൂടെയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ആ വ്യക്തിത്വം നന്നായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പക്വതയുള്ളൊരു സ്ത്രീയാണ്. സ്ത്രീകളുടെ ഇടയിൽ ജെന്യുവിനായ രാഷ്ട്രീയ പ്രവർത്തനം, സ്ത്രീകളുടേതായ യാതൊരു വിധത്തിലുള്ള പരിമിതികളുമില്ലാതെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഭാവിയിലൊരു നല്ല പ്രതീക്ഷയായി. ആ നഷ്ടമാണ് നവീൻ ബാബുവിൻ്റെ നഷ്ടത്തേക്കാൾ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിലുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത വേണ്ടത്ര ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തവൻ നിരന്തരം വന്ന് ദിവ്യയോട്
നിങ്ങളൊന്ന് വിളിച്ചു പറയൂ എന്ന് പറയുന്നത് ഞാൻ കാണുന്നതാണ്. വിളിച്ചു പറഞ്ഞിട്ട് അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് ദിവ്യ പലതവണ പ്രശാന്തനെ ഒഴിവാക്കിയതാണ്. എന്നെക്കൊണ്ട് ഇനി ഇതാവില്ല, അയാൾ ആവില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ പറയാനാ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പ്രശാന്തം വരികയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞാൻ പണം കൊടുത്ത് നേടി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അവരുടെ ഇച്ഛാഭംഗം അവരുടെ പേഴ്സണാലിറ്റിക്കല്ല കേടുപറ്റിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പാർട്ടി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് നടക്കാത്ത കാര്യം പൈസ കൊടുത്ത് നേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു ഭരണകക്ഷിയുടെ നേതാവിന്, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭംഗം ചെറുതല്ല. അപ്പം തന്നെ നവീൻ ബാബുവിനെ വിളിച്ചിട്ട് അവർ ശകാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർ സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. അവിടെ തീർന്നതാ. അപ്പോഴാണ് കലക്ടർ പറയുന്നത് അയാളുടെ യാത്രയപ്പുണ്ടെന്ന് മറ്റൊരു ദിവസം. എന്നാൽ പിന്നെ അതവിടെ പോയി പറയാം, കണക്ക് തീർക്കാം എന്ന് വിചാരിച്ച് പോയി പറഞ്ഞു. അതൊരു അഴിമതിയോട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ആർജവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റയാൾ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്തത് ഇവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് ഉറപ്പുണ്ടോ? മറ്റു പലരും അവർ ഫോൺ വിളിച്ചിരുന്നില്ല, അതാരും എന്താ അന്വേഷിക്കാത്തത്? ഈ ദിവ്യ പ്രസംഗിച്ചതിന് ശേഷം കലക്ട്രേറ്റിൽ നവീൻ ബാബു പോയപ്പോൾ കലക്ടർ ശകാരിച്ചിരുന്നോ? അത് അന്വേഷിക്കണ്ടേ? കലക്ടർ ശകാരിച്ചിരുന്നോ? പിന്നെ മറ്റു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ ദിവ്യ ഹീറോ ആണ്. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം, ഇപ്പോൾ വയനാട്ടിൽ ഒരു പണത്തിൻ്റെ പേരിൽ IC ബാലകൃഷ്ണൻ്റെ പ്രേരണയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തില്ല, എന്നിട്ട് IC ബാലകൃഷ്ണൻ രാജിവെച്ചോ? കേട്ടല്ലോ പറയുന്നത്. എത്ര അധമനാണ് അവനെന്ന് ആലോചിച്ച് നോക്കി. അവനെ ചാണകത്തിൽ മുക്കി ചൂലുകൊണ്ടടിക്കണമെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് തോന്നുന്നില്ലേ? അത്രയ്ക്ക് വൃത്തികെട്ടവൻ. ഒരു മനുഷ്യൻ മരിച്ചതിനേക്കാൾ വലുതാണ്. നമ്മുടെ CPM-കാർ പറയുമോ ഇത്രയും ഊച്ചാളിത്തരം എന്ന് ഞാൻ ചോദിക്കുന്നു? CPM-കാർ ഇതുപോലെ വിവരക്കേട്, കണ്ണൂരത്തെ CPM നേതാക്കന്മാർ ഇതുപോലത്തെ വിവരക്കേട് പറയുമോ? അവൻ പറയുകയാണ് വനിതയ്ക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. അതുകൊണ്ട് ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പോ ലജ്ജയോ വല്ലതുമായിട്ട് ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരൽപ്പം ലജ്ജയെങ്കിലും ഈ ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ ആളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ VK സുരേഷ് ബാബു എന്ന് പറഞ്ഞവനെ ചവിട്ടി CPM-ൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ബിനോയ് വിശ്വത്തോട് പറയാനുള്ളത്. ബിനോയ് വിശ്വം അത് ചെയ്തില്ലെങ്കിൽ ബിനോയ് വിശ്വത്തിനെയും CPM-ന്റെ വെറും ഒരു കോടാലിക്കൈ, ഒരു ആശ്രിതൻ, ഒരു പൃഷ്ഠം താങ്ങി, ഒരു കൂലി അടിമ എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് എനിക്ക് ബിനോയ് വിശ്വത്തോട് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്.